മുതിർന്ന കോൺഗ്രസ് നേതാവും AICC അംഗവും DCC മുൻ പ്രസിഡന്റുമായ മുഹമ്മദ് കുഞ്ഞിക്ക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ സോഷ്യോ ഇക്കണോമിക്സ് ഡെവലപ്മെന്റ് ഓഫ് ദ റൂറൽ പുവർ ഏർപ്പെടുത്തിയ രാജീവ് ഗാന്ധി അവാർഡ് സമ്മാനിച്ചു. വണ്ടൂർ പുളിയക്കോട് KT കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ അവാർഡ് സമ്മാനിച്ചു. കേരള അദ്ദേഹവുമായിട്ട് 3 പതിറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. അദ്ദേഹം ഇന്നും ഞാൻ ആഗ്രഹത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമാണ്. ചിട്ടയായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് ഞാൻ കേൾക്കുന്നത്. ചിട്ടയായും വൃത്തിയായും നടത്തുന്ന പ്ലാനിങ് ആസൂത്രണം ചെയ്ത് നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും അങ്ങനെ ഭംഗിയായും ആലോചിച്ചും ചിട്ടയായും ചെയ്യാനുള്ള ഒന്നാണ് എന്ന് സഹപ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും എല്ലാം ബോധ്യപ്പെടുത്തി തന്ന ഒരു നേതാവാണ്. എല്ലാത്തിനും ഏത് പരിപാടി നടത്തിയാലും KPCC ആഹ്വാനം ചെയ്യുന്ന പരിപാടി നടത്തിയാലും ഏത് പാർട്ടി പരിപാടികൾ നടത്തിയാലും പൊതുപരിപാടികൾ നടത്തിയാലും അദ്ദേഹം നടത്തുന്ന പരിപാടിക്ക് അതിനൊരു മനോഹാരം, അതിനൊരു ഭംഗിയുണ്ടാകും. എല്ലാ പരിപാടിക്കുള്ള ഇടപെടലുകൾ, സത്യസന്ധമായ ഇടപെടലുകൾ, ആത്മാർത്ഥമായ ഇടപെടലുകൾ, ആളുകളുടെ ഇടയിലുള്ള സ്വാധീനം, വിശ്വാസ്യത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2026 പ്രശസ്തി പത്രം 6 പതിറ്റാണ്ടിലേറെയായി പൊതുരംഗത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിലും നിസ്വാർത്ഥമായ സേവനവും മാതൃകാപരമായ നേതൃത്വവും കാഴ്ചവെച്ച മഹത് വ്യക്തിത്വമാണ് പാർട്ടി ഏൽപ്പിച്ച. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് VS ജോയ് MLA, ആലടൻ ഷൗക്കത്ത് MLA, KP നൌഷാദ് അലി MLA, PT അജയ് മോഹൻ, KP അബ്ദുൽ മജീദ്, ആലിപ്പറ്റ ജമീല, KT അജ്മൽ, K അമൃത, PC വേലായുധൻകുട്ടി, പോരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.